ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLൽ ജംഷഡ്പൂർ FC പങ്കെടുക്കുന്നില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അവർ ISLൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പകരം ഒരു ക്ലബിനെ ഇപ്പോൾ ISLന് ആവശ്യമായി വരികയാണ്. അത് ആരായിരിക്കും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ധനഞ്ജയ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ജംഷഡ്പൂർ FCയുടെ സ്ഥാനത്തേക്ക് ചർച്ചിൽ ബ്രദേഴ്സിനെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ISL ക്ലബ്ബുകൾ ഉള്ളത് എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ചർച്ചിൽ ബ്രദേഴ്സിനെ ഒരു ഡയറക്റ്റ് എൻട്രി ആയിക്കൊണ്ട് കൊണ്ടുവരാൻ ഇപ്പോൾ ISL ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ലീഗലായ വശങ്ങളെക്കുറിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ഇപ്പോൾ ISL ക്ലബ്ബുകൾ അനുമതി തേടി എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ജംഷഡ്പൂർ FCയുടെ പകരം ചർച്ചിൽ ബ്രദേഴ്സിനെ ഒരു ഡയറക്റ്റ് എൻട്രി ആയിക്കൊണ്ട് കൊണ്ടുവരാനാണ് ഇപ്പോൾ ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചർച്ചിൽ ബ്രദേഴ്സിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് 2024-25 സീസണിൽ I-ലീഗ് ചാമ്പ്യന്മാരായിക്കൊണ്ട് ഒരു തവണ ചർച്ചിൽ ബ്രദേഴ്സിനെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് ഇന്റർ കാശിക്ക് ആ ഒരു കിരീടം ലഭിച്ചു, അവർക്ക് പ്രമോഷൻ ലഭിച്ചു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് I-ലീഗിൽ നിന്നും ചർച്ചിൽ ബ്രദേഴ്സ് പിൻവാങ്ങുകയായിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ IFL കളിക്കാൻ ചർച്ചിൽ ബ്രദേഴ്സ് തയ്യാറായിരുന്നില്ല. ഇതോടുകൂടി ഇന്ത്യയിലെ 3ാം ഡിവിഷനിലേക്ക് അവർ തരം താഴ്ത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആ ടീമിനെയാണ് ഡയറക്റ്റ് എൻട്രി ആയിക്കൊണ്ട് ഇപ്പോൾ ISLലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നത് എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു അനുമതി ലഭിക്കേണ്ടതുണ്ട്. എന്നാലാണ് ചർച്ചിൽ ബ്രദേഴ്സിന് ISLലേക്ക് ഒരു എൻട്രി നടത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തവണത്തെ IFL ചാമ്പ്യന്മാരായ ഡയമണ്ട് ഹാർബർ FC നേരത്തെ ISLന് യോഗ്യത നേടിയിരുന്നു. അതേസമയം മുഹമ്മദൻ SC റെലഗേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.